ഓം ശാന്തി. ഉണരാം ഇനി വെളിച്ചത്തിലേക്ക്. ഈ ദൃശ്യാവിഷ്കാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുംഭകർണനെ ഉണർത്തുന്നതിനായി എല്ലാവരും വളരെയധികം പരിശ്രമിച്ചു. എന്നാൽ കുംഭകർണൻ ഉണർന്നതില്ല. വാസ്തവത്തിൽ കുംഭകർണൻ കലിയുഗമാകുന്ന രാവണലോകത്തിൽ അജ്ഞാന അന്ധകാരത്തിൽ ലഹരിക്കും വികാരങ്ങൾക്കും അടിമപ്പെട്ട് സത്യബോധം മറന്നിരിക്കുന്ന മനുഷ്യന്റെ പ്രതീകമാണ്. വരൂ, കുംഭകർണനെപ്പോലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ എങ്ങനെയാണ് ബ്രഹ്മകുമാരി സഹോദരിമാർ ഉണർത്തുന്നത് എന്ന് നോക്കാം. ഉണരൂ സഹോദരാ, നോക്കൂ, സൃഷ്ടിയിൽ വീണ്ടും ധർമ്മഗ്ലാനിയുടെ സമയം വന്നിരിക്കുന്നു. അർത്ഥം, ഇപ്പോൾ ഈ സൃഷ്ടിയിൽ പവിത്രത, സത്യത, ഏകത, മാനവികത എല്ലാം തീർത്തും ലോപിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരാ, ഇപ്പോൾ ഉണരൂ. അല്ലയോ പ്രിയ ആത്മസഹോദരാ, ഉണരൂ. ഇപ്പോൾ ഈ സൃഷ്ടിചക്രം വീണ്ടും കലിയുഗത്തിന്റെ അന്തിമ സമയം കാണിക്കുന്നു. ഭൂമിയിൽ വർദ്ധിക്കുന്ന ചൂട്, അണ്വായുധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ എല്ലാം സൂചന നൽകുന്നത് ഇനി സമയം തീർത്തും കുറവാണ് എന്നതാണ്. അതുകൊണ്ട് ഉണരൂ, ഉണരൂ, ഉണരൂ. ഉണരൂ, ഉണരൂ, ഉണരൂ. ഇതെല്ലാം എന്താണ് ഞാൻ കാണുന്നത്? ശുഭ്രവസ്ത്രധാരികളായ ദേവികളെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് എന്നെ ഉണർത്തിയത്? പ്രിയ ആത്മസോദരാ, ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമല്ല. എന്തുകൊണ്ടെന്നാൽ സൃഷ്ടി പരിവർത്തന വേള നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരാകാരനായ ശിവപരമാത്മാവ് ഈ ഭൂമിയിൽ സാകാര മനുഷ്യ ശരീരത്തിൽ അവതരിച്ച് മാനവനെ ദേവനാക്കുന്നതിനുള്ള ശ്രേഷ്ഠ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അജ്ഞാനനിദ്രയിൽ നിന്ന് ഉണരൂ. പരമാത്മപിതാവിനെ തിരിച്ചറിയൂ. എന്താണ് പറഞ്ഞത്? പരമാത്മാവ് ഈ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞെന്നോ? അതേ സഹോദരാ, ഇത് തീർത്തും സത്യമാണ്. ഇപ്പോൾ വേഗം തന്നെ ഈ കലിയുഗീ സൃഷ്ടി സുന്ദരമായ ഒരു ലോകമായി പരിവർത്തിതമാകുകയാണ്. അതിനെയാണ് സ്വർണിമയുഗമെന്ന് പറയുന്നത്. സ്വയം പരമാത്മാവ് നമ്മെ രാജയോഗം പഠിപ്പിച്ച് ആത്മീയ ഗുണങ്ങളാലും ശക്തികളാലും അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് താങ്കളും സ്വന്തം ജീവിതം ഈ അലൗകിക ഖജനാവുകളാൽ നിറച്ചാലും. നന്ദി സഹോദരിമാരെ, നിങ്ങൾ എന്നെ അജ്ഞാനനിദ്രയിൽ നിന്ന് ഉണർത്തി ഈ സന്ദേശം നൽകിയിരിക്കുന്നു. പ്രിയമിത്രമേ, നിങ്ങളും തീർച്ചയായും ഈശ്വരീയ ജ്ഞാനവും രാജയോഗവും അഭ്യസിച്ച് സ്വന്തം ജീവിതം ധന്യമാക്കൂ. നന്ദി. ഓം ശാന്തി.
ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मा